അടുത്തതായിട്ട് 3 വേരിയബിൾ കെ മാപ്പാണേ. 3 വേരിയബിൾ കെ മാപ്പിൻ്റെ പോസാണ് പറയുന്നത്, പ്രൊഡക്റ്റ് ഓഫ് സം ആണ് പറയുന്നത്. അടുത്ത വീഡിയോയിൽ സോപ്പ് പറയും, സം ഓഫ് പ്രൊഡക്റ്റ് അടുത്ത വീഡിയോയിൽ പറയും. ശരി, അപ്പോൾ 3 വേരിയബിൾ കെ മാപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് മെയിനായിട്ട്. ഒന്ന് ഗ്രൂപ്പ് ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കണം, രണ്ടാമത് സെല്ലിന് നമ്പർ ചെയ്യുന്ന കാര്യത്തിൽ ഒരു ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. 3 വേരിയബിളിൻ്റെ കേസിലാകുന്ന സമയത്ത് ചെറിയൊരു വ്യത്യാസമുണ്ട്, അത് പറയാവേ. ആദ്യം ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഒന്ന് ഈ ക്വസ്റ്റ്യൻ ഞാൻ ഈ രീതിയിൽ എഴുതിയെന്നാണേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം ഇതൊരു പ്രൊഡക്റ്റ് ഓഫ് സം ആണ്, കുറേ സമ്മുകളുടെ പ്രൊഡക്റ്റാണല്ലേ ഇത്. എ പ്ലസ് ബി പ്ലസ് സി, അതാണ് ഒരു സമ്മ്. എ പ്ലസ് ബി പ്ലസ് സി കോംപ്ലിമെൻറ്റ്, എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി പ്ലസ് സി കോംപ്ലിമെൻറ്റ്, എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻറ്റ് പ്ലസ് സി കോംപ്ലിമെൻറ്റ്. ഇതിനെ ഞാൻ എങ്ങനെ എഴുതിയിട്ടുണ്ട്? 0, 1, 5, 7 എന്നുള്ള രീതിയിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് പോസാണെന്ന് ഞാൻ പറഞ്ഞു. പോസിൻ്റെ കേസിൽ നമ്മൾ എപ്പോഴും എഴുതുക എ ആണെങ്കിൽ 0യും എ കോംപ്ലിമെൻ്റ് ആണെങ്കിൽ 1ഉം. അങ്ങനെയാണല്ലോ നമ്മളതിനെ നോർമലി എഴുതാറുള്ളത് പോസിൻ്റെ കേസിൽ. ഇനി അതേപോലെ നമ്മൾ ഉള്ളിൽ മാർക്ക് ചെയ്യാറുള്ളത് പോസ് ആകുന്ന സമയത്ത് നമ്മൾ 0 വെച്ചിട്ടാണ് നമ്മൾ ഉള്ളിൽ എന്ത് ചെയ്യാറുള്ളത്, ഇതിനെ കറസ്പോണ്ടിങ് ആയിട്ട് മാർക്ക് ചെയ്യാറുള്ളത് അല്ലേ. ശരി, അതിനെ ഞാൻ വേറൊരു രീതിയിൽ എഴുതിയാണിത്. പൈ ഓഫ് മാക്സ് ടേം ഓഫ് 0, 1, 5, 7. അതായത് ഈ തന്ന ആളാണ് ആര്? 0, രണ്ടാമത്തെ ആൾ 1, മൂന്നാമത്തെ ആൾ 5, നാലാമത്തെ ആൾ എന്ത്? 7. അതാണ്. ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഈ രീതിക്കും എനിക്ക് ചോദിക്കാം. ശരി, ഇനി 2 കാര്യം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അതിലൊന്നാമത്തെ കാര്യത്തിലേക്കാണ് പോകുന്നത്. ഈ ഗ്രൂപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം 3 വേരിയബിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2⁻3 8 കോമ്പിനേഷൻ ആയിരിക്കും ഉണ്ടാവുക. 0, 0, 0 അങ്ങനെ അല്ലേ. 0, 0, 0, 0, 0, 1, 0, 1, 0 അങ്ങനെ വന്ന് 1, 1, 1 ഈ പറഞ്ഞ 8 കോമ്പിനേഷൻസാണ് ഇതിലുണ്ടാവുക അല്ലേ. അതുകൊണ്ടല്ലേ ഞാൻ 8 ബോക്സ് വരച്ചേ അല്ലേ. 4, 4, 8 ബോക്സ് വരച്ചിട്ടുണ്ട്. ശരി, ഇതിൻ്റെ മുകളിൽ എഴുതി ശ്രദ്ധിച്ചേ. 0, 0, 0, 1, 1, 1, 1, 0 എഴുതിയ തെറ്റിപ്പോയല്ല അല്ലേ, മാറിപ്പോയി. അപ്പോൾ 1, 0 ഇവിടെയാണ് എഴുതിയത്, 1, 1 ഇവിടെയാണ് എഴുതിയത്. എന്താ അതിൻ്റെ ഒരു ഐഡിയ? ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മൾ ഗ്രേ കോഡൊക്കെ വർക്ക് ചെയ്യുന്നില്ലേ, അറ്റ് എ ടൈം ഒരൊറ്റ ബിറ്റ് മാത്രമേ ചേഞ്ച് ചെയ്യാൻ പാടുള്ളൂ. 0, 0 ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ആലോചിച്ച് നോക്കിയേ, ആദ്യത്തെ ബിറ്റിന് ഒരു ചേഞ്ചും വന്നില്ല. രണ്ടാമത്തെ 0 മാറി 1 ആയി മാറി. അപ്പോൾ ഇവിടെ ഒരു ബിറ്റല്ലേ മാറിയുള്ളൂ. അതെ. ഇനി ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ നോക്കിക്കേ, ഈ 1 മാറിയില്ല, ഈ ആദ്യത്തെ 0 മാറിയിട്ട് എന്തായിട്ട് മാറി? 1. ഇവിടെയും 1 ബിറ്റല്ലേ മാറിയുള്ളൂ. എന്നാൽ ഇവിടെ 1, 1ന് പകരം നമ്മൾ 1, 0 ആണ് എഴുതിയതെങ്കിൽ നോക്കിക്കേ, 0, 1 മാറി 1, 0 ആയിട്ട് മാറി. അപ്പോൾ ഈ 2 ബിറ്റും ചേഞ്ച് ചെയ്യുന്നൊരു കേസല്ലേ. അങ്ങനെ 2 ബിറ്റും ഇതിൽ ചേഞ്ച് ചെയ്യില്ല, കെ മാപ്പിൻ്റെ അകത്ത് ചേഞ്ച് ചെയ്യില്ല. നമ്മൾ ഗ്രേ കോഡിൻ്റെ ഒക്കെ ഒരു കൺസെപ്റ്റാണ്. ഓക്കെ, ഇനി ഇവിടെ ഉള്ളിൽ എന്താ എഴുതിയത്? 0, 1, 2, 3, 4, 5, 6, 7 അതെങ്ങനെയാണ് എഴുതിയത്? 0, 0, 0, 0, 0, 0, 1, 1, 0, 1, 1, 3, 0, 1, 0, 2, 1, 0, 0, 4, 1, 0, 1, 5, 1, 1, 1, 7, 1, 1, 0, 6. അപ്പം അതിൻ്റെ വാല്യൂയാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. എഴുതിയത് ഈ രീതിയിലാണ് തന്നതെങ്കിൽ വേഗം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണേ. ശരി, ഇവിടെ നമുക്കറിയാം 0, 1, 5, 7 0ൽ 1ൽ 5ൽ 7ൽ അവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇത് വെച്ച് നോക്കി നോക്കുക. എ പ്ലസ് ബി പ്ലസ് സി, എ പ്ലസ് ബി പ്ലസ് സി, ഇവിടെ ഞാൻ 0 മാർക്ക് ചെയ്തു. ശരി, എ പ്ലസ് ബി പ്ലസ് സി ബാർ, എ പ്ലസ് ബി പ്ലസ് സി ബാർ, ഇവിടെ ഞാൻ എന്ത് മാർക്ക് ചെയ്തു? 0 മാർക്ക് ചെയ്തു. ശരി, ഇനി അടുത്തത് എ പ്ലസ് ബി പ്ലസ് സി ബാർ, എ പ്ലസ് ബി പ്ലസ് സി ബാർ, സോറി എ ബാർ പ്ലസ് ബി പ്ലസ് സി ബാർ, എ ബാർ പ്ലസ് ബി പ്ലസ് സി ബാർ 0 മാർക്ക് ചെയ്തു. ഇനി എ ബാർ പ്ലസ് ബി ബാർ പ്ലസ് സി ബാർ, ഇവിടെ ഞാൻ എന്ത് ചെയ്തു? 0 മാർക്ക് ചെയ്തു. ഇത് ഞാൻ കോമൺ ആയിട്ട് സോപ്പിലും ബോസിലും ഇങ്ങനെ അങ്ങ് എടുത്തു എന്നുള്ളതേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്കിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാം കേട്ടോ. ബി പ്ലസ് സി, ബി പ്ലസ് സി ബാർ, ബി ബാർ പ്ലസ് സി, ബി ബാർ പ്ലസ് സി, ഈ രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാൻ മാർക്ക് ചെയ്യാവേ. ഞാനത് എഴുതിയപ്പോൾ ഡയറക്റ്റായിട്ട് അങ്ങനെ എഴുതിയെന്നുള്ളത്. ഈ ഒരു കേസിലും നടുവിലൊരു പ്ലസ് ഉണ്ട് എന്നുള്ളത് കൺസിഡർ ചെയ്യണേ. നടുവിലൊരു പ്ലസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ എനിക്കിത് കുറച്ചും കൂടി എളുപ്പത്തിൽ കിട്ടും.
ഞാനിവിടെ മാർക്ക് ചെയ്തല്ലോ, മാർക്ക് ചെയ്തതിൽ കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ല. 0157 ഞാൻ മാർക്ക് ചെയ്തു. പോസ് ആയതുകൊണ്ട് ഞാൻ എന്ത് വെച്ചു, 0 വെച്ചിട്ടാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ഗ്രൂപ്പ് ചെയ്യുക. എനിക്ക് എന്തെങ്കിലും ഒരു പ്രൊവിഷൻ ഉണ്ടോ ഇവിടെ? 8 എണ്ണത്തിന് ഗ്രൂപ്പ് ചെയ്യാൻ ഇല്ല. 4 എണ്ണത്തിന് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 2 എണ്ണത്തിന് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുമോ? പറ്റൂലേ. അപ്പോൾ ഞാൻ ഗ്രൂപ്പ് ചെയ്യണേ. ഞാൻ ആദ്യത്തെ 2 എണ്ണത്തിന് ഗ്രൂപ്പ് ചെയ്തു. ശരി, ചെയ്തു. അങ്ങനെ ആദ്യത്തെ 2 എണ്ണത്തിന് ഞാൻ ഗ്രൂപ്പ് ചെയ്ത സമയത്ത് ഞാൻ നോക്കുകയാണേ, കോമൺ ആയിട്ട് മുകളിലും താഴെ ആരാണുള്ളതെന്നാണ് ഞാൻ നോക്കേണ്ടത്. ഞാനിവിടെ നോക്കി, ഈ 0നും എ കോമൺ ആണ്, ഈ 0നും എ കോമൺ ആണ്. അതുകൊണ്ട് ഞാൻ അവിടെ എന്തെഴുതി? എ എന്നെഴുതി. ഇനി മുകളിൽ കോമൺ ആയിട്ടുണ്ടോ എന്ന് നോക്കി. 0 0യും 0 1ഉം ആണ്. രണ്ടാമത്തെ ബിറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ, 0യിൽ നിന്ന് 1ലേക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ ആദ്യത്തെ ബിറ്റ് 2ലും 0 അല്ലേ. 0 കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ബി എന്നല്ലേ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ എന്തെടുത്തു? എ പ്ലസ് ബി എന്നുള്ളത് എടുത്തു. എന്നൊരു പറയാം, ഇവിടെ നോക്കിയപ്പോൾ ഈ 0നും ഈ 0നും എ കോമൺ ആണ്. അതുകൊണ്ട് ഞാൻ എന്നെടുത്തു. ഇത് പ്രൊഡക്റ്റ് ഓഫ് സം ആയതുകൊണ്ട് ഞാൻ എന്ത് കിട്ടി? പ്ലസ് ഇട്ടു. ഞാൻ മുകളിലേക്ക് നോക്കിയപ്പോൾ ബി സി ഉണ്ട്, ബി സി കോംപ്ലിമെൻ്റ് ഉണ്ട്. ബി മാറുന്നില്ല, അതുകൊണ്ട് ഞാൻ പ്ലസ് ബി എടുത്തു. ഒരേ ഗ്രൂപ്പിൻ്റെ എടുക്കുന്ന സമയത്താകൊണ്ടാണ് ഞാൻ പ്ലസ് ഇട്ടതേ. ശരി, ഇനി രണ്ടാമത് ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഞാൻ ഇവിടെ നോക്കി. ശരി, ഇവിടെ മാറുന്നുണ്ടോ? ഇല്ല. ഈ 0നും ഈ 0നും എ കോംപ്ലിമെൻറ്റ് ഫിക്സഡ് ആണ്. അതുകൊണ്ട് ഞാൻ എ കോംപ്ലിമെൻ്റ് എടുത്തു. ഇനി മുകളിലോ ബി സി കോംപ്ലിമെൻറ്റും ഉണ്ട്, ബി കോംപ്ലിമെൻറ്റ് സി കോംപ്ലിമെൻറ്റും ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ബി കോംപ്ലിമെൻ്റ് ആയിട്ട് മാറി, പക്ഷെ സി കോംപ്ലിമെൻ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെ എന്താക്കി എടുത്തു? സി കോംപ്ലിമെൻ്റ് എന്നാക്കി എടുത്തു. ഈ ഇത്രയും വലിയ എക്സ്പ്രഷനെ സിംപ്ലിഫൈ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള എക്സ്പ്രഷനാണിത്. ഓക്കെ ആണോ? ശരി, ഇനി അടുത്ത എക്സാമ്പിൾ. സ്പേസ് കുറവായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. ഇതാണ് എൻ്റെ എക്സ്പ്രഷൻ. എ പ്ലസ് ബി പ്ലസ് സി, എ പ്ലസ് ബി കോംപ്ലിമെൻറ്റ് സി, എ പ്ലസ് ബി കോംപ്ലിമെൻറ്റ് സി കോംപ്ലിമെൻറ്റ്, എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻറ്റ് സി, കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻറ്റ് പ്ലസ് സി കോംപ്ലിമെൻറ്റ്. 1 2 3 4 5 5 തന്നിട്ടുണ്ട്. ഇനി അതിനെനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം: പൈ മാക്സ് ടേം ഓഫ് 0, 2, 3, 6, 7. ഇതൊരു പോസ് തന്നെയാണ്. ഞാൻ 0 വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്? മാർക്ക് ചെയ്യേണ്ടത്. ഞാനിത് വെച്ച് വേഗത്തിൽ മാർക്ക് ചെയ്യാണ്. ഈ സെയിം സാധനം തന്നെയാണ് മുകളിലുള്ളത്. മുകളിലുള്ളത് നോക്കി ചെയ്താലും ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സെയിം ആൻസറിലേക്കാണ് എത്തുക. അപ്പോൾ 0, 2, 3, 6, 7 എന്നുള്ളതൊക്കെ ഞാൻ 0 മാർക്ക് ചെയ്യണം. ഇതാണ് എൻ്റെ 0. ഞാനവിടെ മാർക്ക് ചെയ്തു. 2, 3, 6, 7. ശരി, ഞാൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞേ. ഞാനിവിടെ പറഞ്ഞു 2 കാര്യം ശ്രദ്ധിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം ഈ നമ്പർ ചെയ്യുന്നതായിരുന്നു. അത് ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് അങ്ങനെ 1 കഴിഞ്ഞിട്ട് 10 വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഇനി ഗ്രൂപ്പ് ചെയ്യുന്നതിൽ ശ്രദ്ധിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ നോക്കിക്കേ, 8 എണ്ണം ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. 4 എണ്ണം ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുമോ? പറ്റൂലേ. 4 എണ്ണം ഒരുമിച്ചാണ് വന്നത്. അപ്പം ഞാൻ 4 എണ്ണത്തിന് ഒരുമിച്ച് ഗ്രൂപ്പാക്കാൻ പോവാം. 4 എണ്ണത്തിന് ഞാൻ ഒരുമിച്ചു. ശരി, ഇവിടെ നോക്കി, ഇവിടെ വ്യത്യാസമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ. ഇവിടെ എ ഉണ്ട്, എ കോംപ്ലിമെൻ്റ് ഉണ്ട്, മാറുന്നുണ്ടല്ലോ. അപ്പോൾ ഇവരെ എടുക്കാൻ പാടില്ല. ഈ മുകളിൽ കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. മുകളിൽ ഒന്നുള്ളത് എന്താ? ബി കോംപ്ലിമെൻറ്റ് സി കോംപ്ലിമെൻറ്റും ഉണ്ട്, ഇവിടെ ബി കോംപ്ലിമെൻറ്റ് സിയും ഉണ്ട്. അപ്പോൾ സി കോംപ്ലിമെൻറ്റ് സി ആയിട്ട് മാറുന്നുണ്ട്, പക്ഷെ ബി കോംപ്ലിമെൻറ്റ് എന്ത് ചെയ്യുന്നു? രണ്ടിടത്തും കോമൺ ആയിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം? ബി കോംപ്ലിമെൻറ്റിന് എടുക്കാം. എന്താ ഞാൻ ചെയ്തത്? 4 എണ്ണം ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്തു. ഇവിടെ മാറുന്നുകൊണ്ട് എടുക്കാൻ പാടില്ല. മുകളിലുള്ളത് ഒന്ന് ബി കോംപ്ലിമെൻറ്റ് പ്ലസ് സി കോംപ്ലിമെൻറ്റും, രണ്ടാമത്തത് ബി കോംപ്ലിമെൻറ്റ് പ്ലസ് സിയും ആണ് മുകളിലുള്ളത് അല്ലേ. അപ്പോൾ ബി കോംപ്ലിമെൻറ്റ് കോമൺ ആയതുകൊണ്ട് ഞാൻ ബി കോംപ്ലിമെൻറ്റ് എടുത്തു. ശരി, ഇനിയാണേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒരു 0 ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ടോ? 2ൻ്റെ പവർ എടുക്കണം എന്നാണ് പറഞ്ഞത്. 2ൻ്റെ പവറിൽ ഏറ്റവും മാക്സിമം ഉള്ളത് എടുക്കണം, അല്ലെങ്കിൽ മാത്രമേ നമ്മൾ 1നെ പറ്റി ചിന്തിക്കാൻ പാടുള്ളൂ. ഇവിടെ നോക്കുമ്പോൾ ഇവിടുത്തെ ഒരു 1 ഇല്ല, ഇവിടെ ഒരു 1 ഇല്ല, ഇവിടെ ഒരു 1 ഇല്ല. ഇവിടെ ഒരു 0 ഇല്ല, ഇവിടെ ഒരു 0 ഇല്ല. അപ്പോൾ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് 0 ഇല്ലാത്ത കേസിൽ ഇതിനൊറ്റയ്ക്ക് അങ്ങ് ഗ്രൂപ്പ് ആക്കാമെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ശരിക്കും ഇതിന് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ഒരു 0 ഉണ്ട്. ആരാത്? ഈ 0യും ഈ 0നെയും എനിക്ക് ഗ്രൂപ്പ് ആക്കാം. ഇത് ഞാൻ ഇങ്ങനെ വരച്ചുകൊണ്ടല്ലേ, ഇതിനൊരു റൗണ്ടായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഈ 0യും ഈ 0യും കൂടെ എന്തായിട്ട് മാറും? ഒരു ഗ്രൂപ്പായിട്ട് മാറും. എങ്ങനെ? ഈ 0യും ഈ 0യും തമ്മിൽ ഒരു ഗ്രൂപ്പായിട്ട് മാറും. ഓക്കെ, 2 എന്നുള്ള ഗ്രൂപ്പാണ് ഞാനിപ്പോൾ ആക്കിയിട്ടുള്ളത്.
അതിപ്പോൾ എന്താ പറയുക, ഒരു സർക്കിളായിട്ട് ഈ ഒരു ചതുരത്തിനെ ഞാനിത് വെട്ടിയിട്ടൊരു സർക്കിളാക്കി എടുത്തു കഴിഞ്ഞാൽ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇതും കൂടെ ഒരു ഗ്രൂപ്പ്. ഇനി ഞാൻ നോക്കി ഇതിലും കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? കോമൺ അല്ലേ? ഈ സീറോനും എ കോമൺ ആണല്ലോ. അതുകൊണ്ട് ഞാൻ എന്തെഴുതി? ഞാൻ എ എന്ന് എഴുതി. ഞാൻ മുകളിലേക്ക് നോക്കി. ഇവിടെ മുകളിൽ എന്താ ഉള്ളത്? ബി പ്ലസ് സി ആണുള്ളത്. ഇവിടെ മുകളിൽ എന്താ ഉള്ളത്? ബി കോംപ്ലിമെൻറ്റ് പ്ലസ് സി ആണുള്ളത്. അപ്പോൾ ഇവിടെ ബി ആണ്, ഇവിടെ ബി കോംപ്ലിമെൻ്റ് ആണ്. പക്ഷെ രണ്ടിടത്തും സി അല്ലേ ഉള്ളത്. അതുകൊണ്ട് ഞാൻ എന്ത് എഴുതി? പ്ലസ് സി എന്ന് എഴുതി. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ. ഇത് ഗ്രൂപ്പ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ആകെ ഇത്രയേ നോക്കാനുള്ളൂ. മാറ്റം വരാത്തതിനായിരിക്കണം ഞാൻ എന്ത് ചെയ്യേണ്ടത്? എടുത്തെഴുതേണ്ടത്. ഓക്കെ.